പേര് ഷമീർ. സുരേഷ് ചേട്ടൻ്റെ ഡ്രൈവറാണ്. എത്ര വർഷമായിട്ടാ? 15 വർഷം കൊണ്ടോ. സുരേഷ് ചേട്ടൻ ഈ പ്രാവശ്യം എങ്ങനെ നമ്മുടെ തൃശ്ശൂർ? ഇപ്പോഴും നല്ല ആളല്ലേ, ഇവിടെ ഇപ്പോഴത്തെ നിഷ്പക്ഷമായ ആളല്ലേ സുരേഷ് ഗോപി സാർ. പണ്ട് മുതലേ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം, ഞാനിപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ സാറിൻ്റെ അവിടെ. അതെ, എത്ര വർഷമായി? സാറെപ്പോഴും പണ്ട് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതിരുന്നപ്പോഴേ സാറിൻ്റെ കൂടെ. സാറെപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി എവിടെ കണ്ടാലും കയറി ഇടപെടുന്ന ആളാണ്. ശരിയറിയാം. ഞാൻ ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ, ഞാൻ നോമ്പായിരിക്കുമ്പോഴും എന്നെ ആദ്യം നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ പറയും. കയറ്റി നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ വേണ്ടി പറയും. അത്ര നേരം വെയിറ്റ് ചെയ്യോ? സാറ് വെയിറ്റ് ചെയ്യും, എവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് പറയും ഏതാണ് അടുത്ത ഹോട്ടൽ, അവിടെ കയറ്റി അവിടെ പോയി ആഹാരം വാങ്ങിച്ച് തന്നിട്ടേ അടുത്ത് വണ്ടി എടുക്കും. അതേപോലെ നിസ്കരിക്കാനും എല്ലാ സൗകര്യം ഉണ്ടായി തരും. പണ്ട് മുതലേ അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെ ഇടത്തും നല്ല ആദരവാണ്. എത്ര വർഷമായി? തെറ്റ് കണ്ട ഇടപെടും. അത് മുഖം നോക്കി ആരെ മുഖത്ത് നോക്കി തുറന്നു പറയണ ഒരു സ്വഭാവം. അത് തന്നെയാണ് ചില സമയത്ത് രാഷ്ട്രീയ മറ്റുള്ള എതിരാളികൾ എടുത്തിട്ട് പറയുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. തെറ്റ് കണ്ട എപ്പോഴും ഇടപെടും, ഇവിടെ ആയിരുന്നാലും. അത് സാറിന് ആരെന്നൊന്നുമില്ല, എല്ലായിടത്തും തുറന്നങ്ങ് പറയും. അങ്ങനെയൊന്നും മറച്ചു വയ്ക്കണ ഒരു സ്വഭാവമൊന്നുമില്ല. അങ്ങനെയൊക്കെ വലിയ പണ്ട് മുതലേ നല്ല പ്രവർത്തനമാണ്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ഷൂട്ടിങ്ങിനൊക്കെ തിരക്കായ സമയത്ത് പോലും എല്ലാം കളഞ്ഞിട്ട് സാറ് കല്യാണത്തിനൊക്കെ വന്നു പങ്കെടുത്തു. അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ്. എൻ്റെ കൊച്ച് ആദ്യം ജനിക്കുമ്പോഴും സാറ് അതിനും വന്നു, എല്ലാത്തിനും വരും. അങ്ങനെ ഭയങ്കരമായ സഹായങ്ങളും കാര്യങ്ങളുമൊക്കെ എപ്പോഴും ചെയ്യുന്ന ആളാണ്. വലിയൊരു നല്ലൊരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ എന്ന് പറയാം. പച്ചയായ മനുഷ്യനായ കാരണം പല പ്രാവശ്യം അത് പ്രശ്നങ്ങളായി മാറാറുണ്ട് അല്ലേ? അത് ഈ ആളുകൾ, ഈ ശത്രുക്കൾ, രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ശത്രുക്കളാണല്ലോ. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, ശത്രുക്കളുണ്ടാവും. കാരണം എന്തെന്ന് പറയുക, എല്ലാവർക്കും ഭരണം വേണം. ഒരാളിങ്ങനെ നല്ല ഒരു സത്യസന്ധനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം. വേറെ ഒന്നുമില്ല. ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ സാറിന് പൊളിറ്റിക്സ് ഇല്ല, അറിഞ്ഞൂടാ. അതാണ് സാറ് പൊളിറ്റിക്സിലെ അങ്ങനെയുള്ള ഒരു ശുദ്ധ മനസ്കനാണ്. എപ്പോഴും നേരെ വാ നേരെ പോ, അങ്ങനെയുള്ളൊരു സാധാ സിമ്പിൾ മനുഷ്യനാണ്. അവരെല്ലാം ഫാമിലി എല്ലാം സിമ്പിളാണ്. വലിയ ഹൈ ലെവലിൽ ജീവിക്കാം, പക്ഷെ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. അവർ സിമ്പിളിൽ എല്ലാവരെയും സാധാരണക്കാരിൽ സാധാരണ ആളുകളായിട്ട് ജീവിക്കാനാണ് എപ്പോഴും താല്പര്യം. ഞാൻ കണ്ട് മനസ്സിലാക്കിയത് എത്രയോ കാലം കൊണ്ട്. ഇപ്പം എത്ര വർഷമായി? എത്ര വർഷമായി? ഞാൻ സാറിൻ്റെ പിള്ളേരൊക്കെ കുഞ്ഞുനാളിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ 20 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവുമല്ലോ. അതിന് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേറെ ജോലിക്കൊക്കെ പോയപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തു. അതിനെല്ലാം സാറ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പോയി ചെയ്യാൻ പറഞ്ഞു. വീണ്ടും വന്നപ്പോൾ ജോലിക്ക് കയറാനും പറയും. അങ്ങനെയൊന്നും സാറിനില്ല. സാറെപ്പോഴും അങ്ങനെ ഒരു നല്ല ശുദ്ധ മനസ്സിനാണ് ശുദ്ധ ഇതെന്ന് പറയും, ഒരു മനസ്സുള്ള ആളാണ്. അതേക്കെ ഉള്ളൂ. സാറിനെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നാട്ടുകാരിയായിരുന്നു. ഇപ്പോൾ സാർ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു അതിശയമാണ് വരുന്നത്. അതെ. അടുത്ത് തന്നെയാണോ വീട്? സാറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ പ്രാവശ്യം സുരേഷ് ഗോപി ചേട്ടൻ എന്തായാലും ജയിക്കും. പൂർണ്ണമായിട്ടും എല്ലാ ആളുകളുടെ സപ്പോർട്ടുണ്ട്. അത് മുസ്ലിങ്ങളാരും, ഞാൻ മുസ്ലിമാണ്. ഞാൻ കണ്ടപ്പോൾ എല്ലാവർക്കും അത് താല്പര്യമുണ്ട് സാറിനെ ജയിപ്പിച്ചെടുക്കണം. കാരണം സാറിൻ്റെ ഇപ്പോഴാണ് ഓരോരുത്തർ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഇപ്പോഴും മനസ്സിലായത്. സാറൊരു നല്ല ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് തന്നെയാണ്
സാറിൻ്റെ ഈ ജനക്കൂട്ടം ഭയങ്കര ജനങ്ങളല്ലേ, എവിടെ പോയാലും എല്ലാ ആളുകളും സാറിനെ ഇത് ചെയ്യണമെന്ന്. അപ്പോൾ വളരെയധികം സന്തോഷം, വളരെ സന്തോഷം. ആ എന്തായാലും ശരിയേട്ടാ. ശരി. ഭക്ഷണം കഴിച്ചു? കഴിച്ചു. ഭക്ഷണം കഴിച്ചാന്ന് ആദ്യം ചോദിച്ചിട്ട് സാറ് കയറി ആദ്യം വിളിച്ച് കൊടുക്കാൻ പറയും. എവിടെയായിരുന്നു ഇതൊക്കെ സാർ, എവിടെയായിരുന്നു? വീട്ടിലായിരുന്നാലും അവർ കഴിച്ചോ എന്ന് ചോദിക്കും. അതൊക്കെ സാറിൻ്റെ ഒരു ഇക്കയും സുരേഷായിട്ടും തമ്മിലുള്ള കാറിൽ നിന്ന് സംഭാഷണമൊക്കെ എങ്ങനെ മൊത്തത്തിൽ? ഇപ്പൊ രാഷ്ട്രീയമാണോ അതോ എങ്ങനെയാണ്? സാറ് ഭയങ്കരമായിട്ട് വണ്ടിയൊക്കെ ഓടിക്കണേൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സാറ് നിയന്ത്രിക്കും. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പറയും, നമ്മളെന്തെങ്കിലും തെറ്റിലോട്ട് പോയാൽ അത് ചെയ്യരുതെന്ന് പറയും. മറ്റുള്ള ആൾക്കാരുടെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എങ്ങനെയാ സാറിന്റെ പ്രതികരണം? ആരെക്കുറിച്ച് കുറ്റം പറയത്തില്ല. കുറ്റം പറയുന്നത് എല്ലാവരും നന്നായിരിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. ആരെക്കുറിച്ചും അങ്ങനെ ഒരു തെറ്റായിട്ടൊന്നും പറയുന്നത്. എപ്പോഴും പ്രസംഗിക്കുമ്പോഴും കേൾക്കാമല്ലോ, ഇങ്ങനെ കുറ്റം പറഞ്ഞുള്ള ഒരു സംഭവവും ഇല്ല. എപ്പോഴും രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി തന്നെ, സിനിമയിലായിരുന്നാലും ശരി തന്നെ, എല്ലാവരും നല്ലതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമാണോ കൂടുതൽ സംസാരിക്കുക, സിനിമയാണോ? സംസാരങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓരോ ഇതായിട്ട് പറയുമ്പോൾ ആരും അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ വണ്ടിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് പോകണം എന്നാണ് എപ്പോഴും സംസാരിക്കാൻ. എപ്പോഴും അത് കോൺസെൻട്രേഷനിൽ പോകണം, ശ്രദ്ധിക്കണം, വളവ് വരുമ്പോൾ ശ്രദ്ധിക്കണം. വണ്ടിയിലൊക്കെ ഒരുപാട് ഗ്രാഹ്യമുള്ള ആളാണ്. വണ്ടിയിലെ എല്ലാ സകലമായ കാര്യങ്ങളിലും എല്ലാ അറിവുള്ള ആളാണ്. അതൊക്കെയാണ് സാറിൻ്റെ പ്ലസ് പോയിന്റ്.